ഞാൻ ഈ പരിപാടി കഴിഞ്ഞ് ആ കുട്ടിയുടെ നമ്പർ തരികയും ആ കുട്ടിയെ വിളിക്കുകയും ചെയ്യാൻ വേണ്ടി. ഓഹോ ശരി, ആയിക്കോട്ടെ. സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. ആണോ? ഇന്നേ വരെ JB ജംഗ്ഷനിൽ വന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ആത്മഹത്യാ ഭീഷണി മുടക്കിയിട്ടില്ല. ഞാൻ അപ്പോഴേ ആ കുട്ടിയോട് പറഞ്ഞു, ബാലഭാസ്കർ എന്തുകൊണ്ടും JB ജംഗ്ഷനിൽ വരേണ്ട ഒരാളാണ്. പക്ഷെ അതിൻ്റെതായ സമയത്തിന്റെ ഒരു പ്രശ്നമുള്ളൂ. അല്ലല്ല, ഈ കുറിയെങ്കിലും വരണം, ഇനി ഇത് വഹിക്കാൻ പറ്റില്ല. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ഇപ്പൊ അല്ല, പെൺകുട്ടി പറഞ്ഞില്ലെങ്കിൽ പോലും ബാലഭാസ്കറിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടല്ലോ. ശരി, അതാണ് എൻ്റെ ഏറ്റവും വലിയ തമാശയും. കാരണം ഞാൻ ജനിക്കുന്ന ഒരുപാട് വർഷം മുമ്പ് അദ്ദേഹം മരിച്ചു. പക്ഷെ ആ സ്വാധീനം ബാലഭാസ്കറിലുണ്ട്. എന്നും ഞങ്ങളുടെ വീട്ടിൽ എന്നും ഒരു ഭയങ്കര ഒരു വലിയ സാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റെത്. ഉറച്ചൊരു സാന്നിധ്യമുണ്ട്, ശക്തമായൊരു സാന്നിധ്യം. കാരണം ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കഥകളായാലും എങ്ങനെയുള്ള എത്രയും സാത്വികനായിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നുള്ള കഥകൾ, അദ്ദേഹത്തിന് സംഗീതത്തിനോടുള്ള ഭ്രാന്ത്, അങ്ങനെ വേണം പറയാൻ. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ലവ് ടുവേർഡ്സ് മ്യൂസിക്. ഈ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനാണോ, അതോ ഇതേ ഇപ്പം ചെയ്യുന്ന പ്രവൃത്തിയുടെ എന്തെങ്കിലും മേൽക്കൊള്ളി ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? അത് മനസ്സിലിരിക്കുന്നതാണല്ലോ. അങ്ങനെ എന്താ മനസ്സിലിരിക്കുന്നത് എന്നുള്ള കൊള്ളാം. അമ്മാവൻ പറഞ്ഞ പോലെ തന്നെ എനിക്കെന്നും എൻ്റെ രക്തത്തിൽ ശാസ്ത്രീയ സംഗീതത്തിനോടുള്ളൊരു താല്പര്യം തന്നെ കൂടുതൽ. എന്ത് പരീക്ഷണങ്ങൾ ചെയ്താലും അതിൻ്റെയൊക്കെ ബേസ് റൂട്ട് എപ്പോഴും ക്ലാസിക്കൽ മ്യൂസിക് തന്നെയാണ്. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളെ നോക്കിയിട്ടുള്ളൂ. അതേ എനിക്ക് പറ്റുള്ളൂ. അതാണ് അടുത്ത കാര്യം. ഞാൻ പഠിച്ചതും ശ്വസിച്ചതും ഒക്കെ അങ്ങനെ ഒരു സംഗീതമായതുകൊണ്ട് തന്നെ. അപ്പോൾ എപ്പോഴും കച്ചേരികൾ ചെയ്യേണ്ടി വരുമ്പോഴോ അമ്മാവൻ്റെ കൂടെ കച്ചേരികൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഒക്കെ ഞാനിത് ശരിക്കും റിയലൈസ് ചെയ്യാറുമുണ്ട്. കാരണം നമ്മൾ എത്ര ഫ്യൂഷൻ ഷോസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട്, റെക്കോർഡിങ്സ് ചെയ്യുന്നുണ്ട്, ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തട്ടകത്തിലെത്തി എന്നൊരു ഫീലാണ് ശരിക്കും കച്ചേരി ചെയ്യുമ്പോൾ. ഓ യെസ്, ഐ എം ഡൂയിങ് സംതിങ്. സ്കൂൾ അവിടെയാണ് ശരിക്കും ഞാൻ എൻ്റെ ഹോം വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയാം. ഇത് കമ്പോസിങ് രംഗത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ ഫ്യൂഷൻ അങ്ങനെ ഒരു ബാൻഡ് തുടങ്ങാനോ ഒക്കെ ഉള്ളൊരു ഏറ്റവും ആദ്യത്തെ ജോലി, പ്രാരംഭ നടപടികളൊക്കെ അവിടെ നിന്ന് തുടങ്ങി. യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾക്കൊരു സ്കൂൾ ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കമ്പോസ് ചെയ്യുക, അവരെയൊക്കെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കുക, വായിക്കുക. അതിൽ അതിൻ്റെ കൂടെ തന്നെ ഫിലിം സോങ്സ് ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു പാട്ട് പാടിയിരുന്നില്ല അന്ന് ചെറുപ്പത്തിൽ. വളരെ വളരെ റെയറായിട്ട് അത്രയേ ഉള്ളൂ. വളരെ നന്നായി പാടുന്നതാണല്ലേ ബാലു? പതിനേഴാമത്തെ വയസ്സിൽ താങ്കൾ ഒരു സംഗീത സംവിധാനം നിർവഹിച്ചു. അതെ, അല്പം സാഹസമാണെന്ന് ആൾക്കാർ പറഞ്ഞു. അന്ന് ഞാൻ പോലും അറിയാതെ എത്തിപ്പെട്ടൊരു ഏരിയയാണത് ഫിലിം എന്നുള്ളത്. എൻ്റെ താല്പര്യങ്ങൾ ഒരിക്കലും സിനിമയിലേക്കായിരുന്നില്ല. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ? പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അതെ, പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഒരു വാശിയുടെ പേരിലാണ് ശരിക്കും കമ്പോസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് അന്ന് ശരിക്കും കോളേജ് ലൈഫിലേക്ക് ഞാൻ ആദ്യം എൻ്റർ ആവുന്ന സമയമാണല്ലോ. അപ്പോൾ ഒരു സ്കൂളിൽ നിന്ന്, ഒരു ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് ഒരു മിക്സഡ് കോളേജിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ പലതരത്തിലുള്ള ആൾക്കാർ, പല കാറ്റഗറിയിലുള്ള ആൾക്കാർ. ഞാൻ എന്ന് പറഞ്ഞാൽ വളരെ സാധാരണ ഫാമിലിയിൽ നിന്ന് വരുന്ന സാധാരണക്കാരനായ ഒരു പയ്യൻ. ഞങ്ങളുടെ കാറ്റഗറി ഓഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഈ ഒരു ഒതുങ്ങി മാറി നടക്കുന്ന കുറച്ച് ആൾക്കാരാണ്. സംഗീതമാണ് നമ്മുടെ എപ്പോഴുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവിടെ വയലിനിസ്റ്റോ, അതൊക്കെ കൂടെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്നും, മ്യൂസിഷ്യനോ, വോട്ട് യു മീൻ ബൈ ദാറ്റ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്നും ഒരു വാശി ഉണ്ടായതിൻ്റെ പേരിലാണ് ശരിക്കും പറഞ്ഞാൽ കമ്പോസിങ് തുടങ്ങുന്നത്. മ്യൂസിക് കൊണ്ട് ജീവിക്കണം,
മ്യൂസിക് കൊണ്ട് ജീവിച്ച് കാണിക്കും.